അതുമാത്രം പറയരുത് നബിയെ. എന്ത് ത്യാഗങ്ങൾ സഹിച്ചാലും തങ്ങളെ വിട്ടു മറ്റൊരിടത്തേക്ക് പോവുക എന്നത് ചിന്തിക്കാനേ വയ്യ. നീ കാരണം ഒരാൾ സന്മാർഗത്തിലാവുന്നതാണ് എന്നോടൊപ്പം നിൽക്കുന്നതിനേക്കാൾ നിനക്ക് ഉത്തമം. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ സമാധാനിപ്പിക്കാൻ കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പറഞ്ഞത്. അത്രക്കും വിഷമങ്ങൾ സഹിക്കുന്നുണ്ട് ആ സഹാബി. ഇസ്ലാമിൻ്റെ ആദ്യഘട്ടമായതുകൊണ്ട് പ്രയാസങ്ങൾ വർദ്ധിക്കുകയായിരുന്നു. ശത്രുക്കൾ സദാ ജാഗരൂകരാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായി സന്ധിക്കുന്നതും സംസാരിക്കുന്നതും വീക്ഷിക്കുന്നുണ്ട്. ആരാണെങ്കിലും ശരി പിന്തിരിപ്പിക്കുകയും ചെയ്യും. ഏറ്റുമുട്ടലാണ് ആവശ്യമെങ്കിൽ അങ്ങനെ, പ്രലോഭനങ്ങൾ വഴിയാണെങ്കിൽ അപ്രകാരവും. മുസ്അബ് മുസ്ലിമായ വാർത്ത ഖുറൈശികളെ അമ്പരിപ്പിക്കുക തന്നെ ചെയ്തു. മക്കയിലെ സുന്ദരന്മാരിൽ പ്രമുഖൻ, സദാവൃത്തിയിലും സൗരഭ്യത്തിലും നടക്കുന്ന ചെറുപ്പക്കാരൻ. മുസ്അബ് നടക്കുന്ന വഴിയിൽ എപ്പോഴും സുഗന്ധം പരക്കാറുണ്ട്. ആ സുഗന്ധം എത്തിയാൽ മതി വീടുകളിൽ സ്ത്രീരത്നങ്ങൾ ഇറങ്ങി നിൽക്കാൻ. മുസ്അബിനെ കാണാനുള്ള അദമ്യമായ കൊതി കൊണ്ട് അദ്ദേഹത്തെ വരനായി കിട്ടിയെങ്കിൽ എന്നാഗ്രഹിക്കാത്ത ഒരു തരുണിയും മക്കയിലില്ല. സ്നേഹിക്കാത്ത മുതിർന്നവരോ ചെറിയവരോ അവിടെയില്ല. എല്ലാവർക്കും ഇഷ്ടത്തോഴനാണ് ആ യുവാവ്. പുതിയ വാർത്ത കേട്ടപ്പോൾ എല്ലാ സ്നേഹവും ഇല്ലാതാവുകയായിരുന്നു. ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ ശത്രുക്കൾ അടിയന്തിരമായി സമ്മേളിച്ചു. വധിച്ചു കളയണമെന്നതിൽ പക്ഷാന്തരമില്ല. പക്ഷേ ചില പൊരുത്തക്കേടുകൾ. മുസ്അബ് ഒരു സമ്പന്ന കുടുംബത്തിലെ അംഗമാണ്. രണ്ടാമതൊന്ന് ചിന്തിക്കാതെ വകവരുത്തിയാൽ പിന്നീടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഏറെയായിരിക്കും. ചിലപ്പോൾ അവിശ്വാസിയായ അവൻ്റെ കുടുംബം മുഹമ്മദിൽ വിശ്വസിച്ചെന്നും വരും. അത് നമുക്കേൽക്കുന്ന കനത്ത തിരിച്ചടിയാകും. ദീർഘിച്ച ചർച്ചയ്ക്ക് ശേഷമാണ് ഒരു തീരുമാനത്തിലെത്തിയത്. മുസ്അബിൻ്റെ വീട്ടുകാരെ കണ്ട് മാന്യമായി സംസാരിക്കാം, അവനെ പിന്തിരിപ്പിക്കാൻ ആവശ്യപ്പെടാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വാളൊടുക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകാം. മുസ്അബില്ലാത്ത സന്ദർഭം നോക്കി പ്രതിനിധികൾ രണ്ടും കൽപ്പിച്ചു അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു. ആഗമനോദ്ദേശം പിതാവിനെ തന്നെയാണ് അറിയിച്ചത്. ഉമൈറിൻ്റെ പ്രതികരണം പ്രതീക്ഷിച്ചതിലും വിജയകരമായിരുന്നു. ഞാനും അതേക്കുറിച്ചാണ് ആലോചിക്കുന്നത്. നിങ്ങളുടെയൊക്കെ പിന്തുണയുണ്ടല്ലോ എന്ന സമാധാനമാണെനിക്ക്. തൽക്കാലം ഒന്ന് താക്കീത് നൽകാം. ഇനി മുതൽ ഇവിടെ നിന്നൊരു പച്ചവെള്ളം പോലും ഞാൻ നൽകില്ല, ഉറപ്പ്. ഖുറൈശി പ്രമുഖർ മടങ്ങിപ്പോയി. സംഗതിയൊന്നും അറിയാതെയാണ് മുസ്അബ് റളിയല്ലാഹു അൻഹു വീട്ടിലെത്തിയത്. വീട്ടുകാരുടെ സമീപനം തൃപ്തികരമല്ല. പക്ഷേ ആ സ്വഹാബി വര്യനത് ഗൗനിച്ചില്ല. മുഹമ്മദിൻ്റെ മതത്തിൽ നിന്ന് പിരിയുകയാണ് നിനക്കു നല്ലത്. ഉമൈറിൻ്റെ ഗർജനം. ദയവ് ചെയ്ത് അതിനു മാത്രം നിർബന്ധിക്കരുത്. നിനക്കെന്നോട് തീരെ കടപ്പാടില്ലേ? ഞാനാണ് പറയുന്നത്. അവൻ്റെ മതം വിടുക, പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു വരിക. ഇല്ല, എൻ്റെ ശരീരത്തിൽ ആത്മാവുള്ള കാലത്തോളം ഈ മകൻ സത്യമതത്തിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും. എങ്കിൽ നിന്നെ ഇവിടെ കാണരുത്. വേഗം ഇറങ്ങി എവിടെയെങ്കിലും പോയി തുലയും. നാശം. വിശപ്പ് സഹിക്കാനാവാതെ വന്നതായിരുന്നു മുസ്അബ് റളിയല്ലാഹു അൻഹു. പിതാവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഒരു നിമിഷവും പാഴാക്കാതെ സ്ഥലം മാറിക്കൊടുത്തു. പിന്നോട്ടു തിരിയാതെ നടന്ന മുസ്അബിനെ വീണ്ടും ഉമൈർ വിളിച്ചു നിർത്തി. ഗൗരവമുറ്റിയ ശബ്ദം വീണ്ടും കേട്ടു. മുഹമ്മദിൻ്റെ മതക്കാരനല്ലേ? അവൻ തരും നിനക്ക് ധരിക്കാൻ. നീ അണിഞ്ഞിരിക്കുന്നത് എൻ്റെ സമ്പത്തിലുള്ള വസ്ത്രമാണ്. അഴിച്ചു വെച്ചു പോയാൽ മതി. മുസ്അബ് റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി. തൻ്റെ ശരീരത്തിലെ തിളങ്ങുന്ന പട്ടുവസ്ത്രത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ടു. ഇന്നേ വരെ ഭംഗിയുള്ളതല്ലാതെ ധരിച്ചിട്ടില്ല. സുഗന്ധം പൂശാതെ നടന്നിട്ടില്ല. സൗന്ദര്യം പ്രകടിപ്പിക്കാത്ത നിമിഷങ്ങളില്ല. എല്ലാം ഇവിടെ നഷ്ടപ്പെടുകയാണോ? എങ്കിൽ അങ്ങനെയാവട്ടെ. എൻ്റെ മുമ്പിൽ സത്യമതമല്ലാതെ മറ്റൊന്നില്ല. എല്ലാ സുഖസൗകര്യങ്ങളും വെടിയാം. എൻ്റെ റസൂലിൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലും കഴിയാം. കണ്ണീരോടെയാണ് സ്വഹാബി കാലുകൾ ഓരോന്നും എടുത്തു വെച്ചത്. ശരീരത്തിലാകെയുള്ളത് ഒരു പുതപ്പ് മാത്രം. പരമാവധി നഗ്നത മാത്രം മറക്കാം. ബാക്കി ഭാഗങ്ങൾ ഉച്ചവെയിലേറ്റു തിളങ്ങുന്നുണ്ടായിരുന്നു. ഈ രംഗം കണ്ട നബിയും സഹാബത്തും ഏറെ ദുഃഖിച്ചു. എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയാതെ വിഷമിച്ചു. മുസ്അബ് റളിയല്ലാഹു അൻഹു അതൊന്നും ഒരു പ്രശ്നമാക്കിയില്ല. എന്തു പ്രതിബന്ധങ്ങളുണ്ടായാലും തൻ്റെ കൂടെ റസൂലുണ്ടല്ലോ എന്ന സമാധാനമായിരുന്നു. പക്ഷേ ശത്രുക്കൾ വിശ്രമിച്ചില്ല. അവർ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിക്കാനൊരുങ്ങി.
മിസ്അബിന് അസഹനീയമായ ബുദ്ധിമുട്ടുകളുണ്ടായി. അതുകൊണ്ടാണ് മദീനയിലേക്ക് പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും ചേർത്തു പിടിച്ചു കരഞ്ഞുകൊണ്ടാണ് മിസ്അബ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് പുറപ്പെട്ടത്. ഏകാന്തയാത്ര മനസ്സിനും നീറ്റലുണ്ടാക്കി. മക്കയോട് വിട പറഞ്ഞപ്പോൾ മരിച്ചു പിരിയും പോലെയാണ് തോന്നിയത്. മദീനയിലെത്തിയ മിസ്അബ് റളിയല്ലാഹു അൻഹു വെറുതെ ഇരുന്നില്ല. ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ചു. തന്ത്രപൂർവമുള്ള നീക്കത്തിൽ പലരും മക്കയിലേക്ക് വന്നുകൊണ്ടിരുന്നു. നബിയുമായി സംസാരിച്ചു. സന്തോഷത്തോടെ തിരിച്ചു പോന്നു. നാടുവിടേണ്ട വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മദീനക്കാർ നൽകിയ സ്വീകരണം മഹത്തായതായിരുന്നു. വമ്പിച്ചൊരു ജനക്കൂട്ടമാണ് മദീന കവാടത്തിലുണ്ടായിരുന്നത്. ഈ വിജയത്തിനു പിന്നിൽ മിസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രവർത്തനവും ഉണ്ടായിരുന്നു. ഉഹദ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾ നാലുപാടും ചിതറുകയും കൊല്ലപ്പെട്ടവരാരൊക്കെയെന്ന് തിരിച്ചറിയാതെ വരികയും ചെയ്തു. യുദ്ധാനന്തരം വളരെ വിഷമിച്ചാണ് ഓരോരുത്തരെയും മനസ്സിലായത്. കൂട്ടത്തിൽ മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെയും കണ്ടെത്തി. മക്കയിൽ ജീവിത സൗഖ്യങ്ങൾ കാത്തുകിടക്കുന്ന ഒരു ഉന്നത കുലജാതൻ സുഖങ്ങളൊക്കെ ആസ്വദിക്കുന്നതിനു മുമ്പേ വിട പറയേണ്ടി വന്നു. പരമ ദരിദ്രനായിക്കൊണ്ട് ഓരോരുത്തരെയായി കഫൻ ചെയ്യാൻ തുടങ്ങി. മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ കഫൻ ചെയ്യാൻ തുണി തികഞ്ഞില്ല. രണ്ടറ്റവും ഒന്നിച്ചു മൂടാൻ പറ്റുന്ന തുണി ഉണ്ടായിരുന്നില്ല. ഒടുവിൽ ഒരു കുബേരപുത്രൻ്റെ കാൽഭാഗം ചന്ദനപ്പുല്ല് കൊണ്ട് മൂടി മറവ് ചെയ്യേണ്ടി വന്നു. അള്ളാഹു നാളെ സ്വലോക സ്വർഗത്തിൽ അവരോടുകൂടെ നമ്മളെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.